ഇന്ന് ലീവുള്ള ദിവസം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ വിഷ്ണുവിനെ വിളിച്ച് നേരെ അവൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ എത്തിയിട്ടാകുമ്പോൾ അളിയൻ എന്തോ വലിയ തിരക്കിലാണ്. കാര്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവൻ്റെ ഒരു കുളമുണ്ട്. ആ കുളം വറ്റിച്ചിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. അവൻ മീൻ കൃഷി നടത്തുന്നുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് തുടങ്ങിയതാണ്. ആദ്യത്തെ 2 വർഷം വളരെ ലാഭകരത്തിൽ പോയി. 3-ാമത്തെ വർഷം അതിൻ്റെ ആവേശം കെട്ടുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അതിനെ പരിചരിക്കാത്തതുകൊണ്ട് കുളത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഏതായാലും മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് അളിയൻ കുളത്തിലേക്ക് ഇട്ട് വെള്ളം വറ്റിച്ച് ഇത് വൃത്തിയാക്കി മീൻ പിടിക്കുക എന്നുള്ളതാണ് നിലവിലെ പദ്ധതി. ഞാൻ മാത്രം സംസാരിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് വിഷ്ണുവിൻ്റെ തള്ളിലേക്ക് കിടക്കാം. കുറച്ച് പച്ച വെള്ളമാണിത്. ഇതിൻ്റെ ഈ കളറിന് കാരണം നൈട്രൈറ്റ് ആയിട്ട് മാറുന്നത്, അങ്ങനെ എന്തോ ഒരു കൺവേഴ്സാണ്. കറക്റ്റ് ഇപ്പം നമുക്ക് ഓർമ്മയില്ല. കൃഷിക്കെല്ലാം നല്ല വളമാണ്. ഇപ്പോൾ മാസത്തേക്കോ ആഴ്ചക്കൊക്കെ ഒന്നിങ്ങനെ പമ്പ് ചെയ്യുന്നതിന് ശരിക്കും നല്ല വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ജോലിയും കഴിഞ്ഞ് 7-ാമത്തെ ദിവസം റെസ്റ്റ് എടുക്കേണ്ടതിന് പകരം ആ ദിവസം ഇതുപോലെ ചളിയിലൊക്കെ പിറങ്ങി മീനൊക്കെ പിടിച്ച് ഇതുപോലെ കൃഷിയിലൊക്കെ ഇടപെട്ട് എനിക്ക് എന്ത് സന്തോഷമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതല്ല ശരിക്കും നമ്മളെ ലൈഫ്, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ഇതാണ്. അച്ഛൻ്റെ അച്ഛനും ഏട്ടന്മാരും കുടുംബക്കാരും എല്ലാവരുമായിട്ട് നമ്മൾ കൃഷിക്കാരാണ്. അപ്പം ഞാനായാലും ചെറുപ്പത്തിലെ അച്ഛൻ്റെ ഒക്കെ കൂടെ തൂമ്പയും കത്തിയെടുത്ത് കുളപ്പിലേക്ക് ഇറങ്ങി തന്നെയാണ്. അപ്പം നമുക്ക് ചളിയായാലും മഴയായാലും പശു വളർത്തലായാലും നമുക്ക് ഒരു റിസ്ക്കോ ടാസ്കോ അല്ല. അതൊക്കെ നമ്മളെ ജീവിത ശൈലിയുടെ ഭാഗമാണ്. നമ്മളതൊക്കെ നല്ല രീതിയിൽ എൻജോയിങ് ആണ്. ഇവൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം തള്ളാന്ന്. അങ്ങനെയല്ല നിങ്ങളിപ്പോൾ മനസ്സിലായിരിച്ച്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ ഈ ചളിയിൽ ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കുന്ന അഭ്യാസം എന്താണെന്ന്. അളിയൻ ആദ്യം ഒരു കസേരയൊക്കെ ഇറക്കി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു പൊടിക്ക് കയറ്റി വെക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാലും ഈ ചളിയിൽ ഇറങ്ങിയിട്ട് ഈ പണിയെടുക്കൽ ചില്ലറ പരിപാടിയല്ല. അവൻ്റെ അത്യധ്വാനം മുഴുവനും ക്യാമറയിൽ പകർത്തിക്കൊണ്ട് തന്നെ ഞാൻ അവൻ്റെ വീടിന് ചുറ്റും നടക്കാൻ തീരുമാനിച്ചു. അവിടെ നിറയെ പൂക്കളും അതുപോലെ അവൻ തന്നെ വളർത്തുന്ന നിറയെ പക്ഷികളൊക്കെ ആയിട്ട് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. എൻ്റെ കറക്കം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവൻ ഏകദേശം അതൊക്കെ ക്ലീൻ ചെയ്ത് മീനിനൊക്കെ ഒരു മൂലയിലേക്ക് അടുപ്പിച്ചിട്ട് അതിൽ നിന്ന് സൈസ് അനുസരിച്ച് മീനിനെ വേർതിരിച്ച് ഓരോ ബക്കറ്റിലേക്ക് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ്റെ അമ്മ നല്ല തണുത്ത വെള്ളമായിട്ട് അങ്ങോട്ട് വന്നത്. ഈ നട്ടപ്പൊരു വെയിലിൽ ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, ആഹാ! എനിക്കും കിട്ടിയൊരു ഗ്ലാസ്. അതിനുശേഷം ബാക്കിയുള്ള മീനുകളെയും മുഴുവനും ഓരോരോ ബക്കറ്റുകളിലേക്ക് മാറ്റിയിട്ട് അപ്പം തന്നെ അതിൽ നിന്ന് കുറച്ച് മീനുകളെടുത്ത് അവൻ്റെ അമ്മയെ കൊണ്ട് ബുദ്ധിമുട്ടിച്ച് നമ്മൾ ക്ലീൻ ചെയ്യിച്ച് ഫ്രൈ ചെയ്ത് അവിടെ നിന്ന് തന്നെ ഉച്ചഭക്ഷണവും കഴിച്ചിട്ടാണ് നമ്മൾ യാത്ര പറഞ്ഞത്. ഈ തിരക്കേറിയ ജീവിതത്തിൽ ഇതുപോലെ കുളമൊക്കെ വെട്ടിച്ച് മീൻ പിടിച്ച് ആ മീൻ തന്നെ ഫ്രൈ ചെയ്ത് ഉച്ചയൂണ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അത് വിഷ്ണു നേരത്തെ പറഞ്ഞു തന്നെയാണ്. നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറം.